നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വേണ്ടി ചുമരെഴുതി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കുമ്പള ടെമ്പിൾ റോഡിലാണ് കേന്ദ്രമന്ത്രി ചുമരെഴുതിയത്. കെ സുരേന്ദ്രനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ കുമ്പള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം സുരേഷ് ഗോപിയും സുരേന്ദ്രനെയും മുദ്രാവാക്യം വിളിച്ച് പ്രകടനമായാണ് പ്രവർത്തകർ ടെമ്പിൾ റോഡിലേക്ക് സ്വീകരിച്ചത്. പ്രതിപക്ഷമായ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണെന്ന് കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി KC വേണുഗോപാലിന്റെ പിടിവാശിക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ രാഹുൽ ഗാന്ധിയും വിയർക്കുന്നതായി വാർത്ത. കെ സുധാകരനെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി എറിയാൻ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കവും പല മണ്ഡലങ്ങളിലും ഒറ്റപ്പോരിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള കൂട്ടത്തല്ലും രാഹുൽ ഗാന്ധിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതുവരെ 55 സ്ഥാനാർത്ഥികളുടെ പേര് മാത്രമാണ് കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. ബുധനാഴ്ച പുറത്തുവിടുമെന്ന് ഉറപ്പായും പറഞ്ഞിരുന്ന രണ്ടാം സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇനി വ്യാഴാഴ്ചയെങ്കിലും ഇറങ്ങിയാൽ ഭാഗ്യം എന്ന് നെടുവീർപ്പിടുകയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും അണികളും. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിക്ക് തലശ്ശേരി രജിസ്ട്രാർ ഓഫീസിലെത്തിയാണ് പത്രികാ സമർപ്പണം. ധർമ്മടം മണ്ഡലത്തിൽ തുടർച്ചയായ 3-ാം തവണയാണ് പിണറായി മത്സരിക്കുന്നത്. മണ്ഡലത്തിലെത്തിയ ദിവസം റോഡ് ഷോയും ഇന്നലെ മണ്ഡലം കൺവെൻഷനും മുഖ്യമന്ത്രി പൂർത്തീകരിച്ചിരുന്നു. നടൻ മമ്മൂട്ടി ഒരു സൈബർ ആക്രമണം നടന്ന് അതിന്റെ പരിക്കിൽ നിന്നും മുക്തനായിട്ടില്ല. അതിനിടയിലേക്കാണ് പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടി ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി കണ്ണും നട്ടുള്ള തന്ത്രം പയറ്റി മമ്മൂട്ടിയെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുന്നത്. മമ്മൂട്ടി അനുഗ്രഹം നൽകി വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട്ടേക്ക് എത്തും എന്നൊക്കെയാണ് പിഷാരടി തട്ടിവിട്ടിരിക്കുന്നത്. ഒപ്പം മമ്മൂട്ടിയോടൊപ്പം നിൽക്കുന്ന പടവും പിഷാരടി പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇടത് കേന്ദ്രങ്ങൾ ഇത് മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്താനുള്ള മറ്റൊരവസരമാക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. രമേശ് പിഷാരടിയോടുള്ള സ്നേഹം വേറെ, രാഷ്ട്രീയം വേറെ എന്ന് തിരിച്ചറിയാൻ മമ്മൂട്ടിക്ക് കഴിയാതായോ എന്ന് ഇടതുപക്ഷത്തിലെ ചിലർ ചോദ്യമുയർത്തുന്നു. രമേശ് പിഷാരടി നടത്തിയ ചീപ്പ് രാഷ്ട്രീയ തന്ത്രം കാരണം വെട്ടിലായത് മമ്മൂട്ടിയാണെന്നാണ് ചിലരുടെ നിരീക്ഷണം. ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ഇന്ന് ശിക്ഷ വിധിക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 വിധി പറയുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസ് കണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. 2023 മെയ് 10 പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച കുടവട്ടൂർ സ്വദേശിയും അധ്യാപകനുമായ സന്ദീപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് വന്ദനദാസിനെ കൊലപ്പെടുത്തിയത്. സന്ദീപിന് മാനസിക സ്ഥിരത ഇല്ലെന്ന് സ്ഥാപിക്കാനാണ് തുടക്കം മുതൽ പ്രതിഭാഗം ശ്രമിച്ചത്. എന്നാൽ പ്രതിക്ക് മാനസിക പ്രശ്നം ഇല്ലെന്ന് വൈദ്യ പരിശോധനയിലൂടെ തെളിയിക്കാൻ കഴിഞ്ഞത് പ്രോസിക്യൂഷന് നേട്ടമായി. പാചകവാതക്ഷാമം രൂക്ഷമായതോടെ ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന സംസ്ഥാനത്ത് കുതിച്ചുയരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം സംസ്ഥാനത്തെ ഇലക്ട്രോണിക്സ് വിപണന സ്ഥാപനങ്ങളിൽ വിൽപ്പനയിൽ 1-ാം സ്ഥാനം ഇൻഡക്ഷൻ കുക്കറുകൾ കരസ്ഥമാക്കി. യുദ്ധം നീണ്ടാൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം രൂക്ഷമാകുമെന്ന ഭീതിയാണ് ഉപഭോക്താക്കൾക്ക് അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം ഉയർത്തുന്നത്. ഇൻഡക്ഷൻ കുക്കറിന്റെ അധിക ഉപയോഗം വൈദ്യുതി ബിൽ കുത്തനെ ഉയർത്തുമെന്ന ആശങ്കയും ഉപഭോക്താക്കളിൽ ശക്തമാണ്. കോൺഗ്രസിലെ സീറ്റ് വിഭജനത്തിൽ പുതിയ സംഘർഷം. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ചില മാധ്യമ വാർത്തകൾ വന്നതിനെ തുടർന്നാണ് കാസർഗോഡ് കടുത്ത എതിർപ്പുയർന്നത്. സന്ദീപ് വാര്യർ വേണ്ട എന്നാണ് കാസർഗോഡ് DCCയുടെ അഭിപ്രായം. തൃക്കരിപ്പൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സന്ദീപ് വാര്യരെ ഒഴിവാക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോട് കാസർഗോഡ് DCC ശക്തിയായി ആവശ്യപ്പെടുന്നത്. തൃക്കരിപ്പൂരിൽ ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്നത് കാസർഗോട്ടെയും തൃക്കരിപ്പൂരിലെയും കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണെന്നും DCC നേതൃത്വം പങ്കുവയ്ക്കുന്നു. സുപ്രീം കോടതിയിൽ അടക്കം നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ സർക്കാർ നടത്തിയ നവകേരള സർവേ ലക്ഷ്യം കണ്ടില്ല. 95 ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി വിവരശേഖരണത്തിന് ലക്ഷ്യമിട്ട സർവേ 49.42 ലക്ഷം വീടുകൾ പിന്നിട്ടതോടെ നിലച്ചു. ഇത്രയും വീടുകളിൽ നേരിട്ടെത്തിയിട്ടും ലഭിച്ചത് 4.5 ലക്ഷം അഭിപ്രായം മാത്രം. കുടുംബശ്രീ അംഗങ്ങൾ പോലെയുള്ള ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ച് നടത്തിയ ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച മാത്രമാണ് ലക്ഷ്യമിട്ടതുപോലെ നടത്താനായത്. ഇതുവഴി പങ്കുവച്ചത് 46,000 അഭിപ്രായം. സർവേ വോളണ്ടിയർമാരാകാൻ 96,200 പേർ രജിസ്റ്റർ ചെയ്തെങ്കിലും 2 ദിവസത്തെ പരിശീലനത്തിനെത്തിയത് കുറച്ചുപേർ മാത്രം. പരിശീലനം 1 ദിവസമായി കുറച്ചിട്ടും വോളണ്ടിയർമാരെ കിട്ടാതായതോടെ കുടുംബശ്രീ അംഗങ്ങളെയാണ് സർവേക്ക് നിയോഗിച്ചത്. 250 വീടുകൾക്ക് 2 പേരടങ്ങിയ ടീമിനെയാണ് നിയോഗിച്ചത്. വിവരശേഖരണം ഫെബ്രുവരി 28 പൂർത്തിയാക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഏറെ വിവാദത്തിനിടയാക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിത മേഖലയിലെ പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ 529 കോടി കൈമാറി. സ്പെഷ്യൽ ധനസഹായം എന്ന പേരിൽ കാപെക്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പലിശയില്ലാതെ അരനൂറ്റാണ്ടിനു ശേഷം തിരിച്ചടച്ചാൽ മതിയെന്ന വ്യവസ്ഥയിലാണ് സഹായം നൽകിയത്.
വർക്കലയിൽ രാത്രി വിദേശ വനിതയെ പിന്തുടർന്ന് ശല്യം ചെയ്ത സംഭവത്തിൽ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. നോർവേ സ്വദേശിയായ വിദേശ വനിതയെ രാത്രി സമയത്ത് പിന്തുടർന്ന് ശല്യപ്പെടുത്തിയത് കഴിഞ്ഞ മാസം 15-നാണ്. വർക്കല ക്ലിഫിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം സ്കൂട്ടറിൽ ഹോം സ്റ്റേയിലേക്ക് മടങ്ങുന്നതിനിടെ പരാതിക്കാരിയെ നമ്പർ തിരിച്ചറിയാനാകാത്ത മോട്ടോർ സൈക്കിളിൽ പിന്തുടരുകയായിരുന്നു. കുരക്കണ്ണി ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോൾ സ്കൂട്ടറിൽ ചവിട്ടുകയും വനിതയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് പ്രതി സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടു. വിദേശ വനിത സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതിയെ തിരിച്ചറിയാൻ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. കണ്ണൂർ കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ പോലീസുകാരുടെ വീട്ടിന് നേരെ ബോംബേറ്. കണ്ണവം സ്റ്റേഷനിലെ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ വീട്ടിന് നേരെയാണ് ബോംബേറുണ്ടായത്. ബൈക്കിലെത്തിയ 2-അംഗ സംഘമാണ് വീട്ടിലേക്ക് ബോംബെറിഞ്ഞത്. ബോംബ് പൊട്ടിയില്ല. ബോംബ് വീടിനു മുന്നിൽ കൊണ്ടുവച്ചതാകാമെന്നും നിഗമനമുണ്ട്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനിടയിൽ സൈനിക സംഘർഷങ്ങളുടെ കേന്ദ്രമായ ഹോർമുസ് കടലിടുക്ക് വഴി ഇറാൻ തങ്ങളുടെ ഇന്ധനവാഹിനി കപ്പലുകളെ കടന്നുപോകാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഇന്ത്യ ഒമാൻ ഉൾക്കടലിലേക്ക് കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയാണ്. ഇസ്രായേലിന്റെ റോക്സ് എയർ ലോഞ്ച് ക്വാസി ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായി നിർമ്മിക്കാൻ ഇന്ത്യ. സുഖോയ് Su-30 MKI യുദ്ധവിമാനത്തിൽ നിന്ന് നൂതന ആയുധത്തിന്റെ വിജയകരമായ പരീക്ഷണ വിക്ഷേപണത്തെ തുടർന്നാണ് ഈ നീക്കം. റോക്സ് തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള സാധ്യതയാണ് ഇന്ത്യ തേടുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര മിസൈൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഇതൊരു നിർണായക ചുവടുവെപ്പാകും. അസമിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന കരാറിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA അന്തിമ രൂപം നൽകി. ഭാരതീയ ജനതാ പാർട്ടി 89 സീറ്റുകളിൽ മത്സരിക്കും. അസം ഗണപരിഷത്ത് AGP 26 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് BPF 11 സീറ്റുകളിൽ മത്സരിക്കും. കഴിഞ്ഞ സെപ്റ്റംബറിൽ 41 പേരുടെ മരണത്തിനിടയാക്കിയ തിക്കിലും തിരക്കിലും പെട്ട് തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന പ്രചാരണ റാലിക്കിടെ നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ് തന്റെ വാഹനം നിശ്ചിത സ്റ്റോപ്പിംഗിന് അപ്പുറത്തേക്ക് നീങ്ങാൻ അനുവദിച്ചുവെന്ന ആരോപണം ഇപ്പോൾ CBI അന്വേഷിക്കുകയാണ്. മരണത്തിലേക്ക് നയിച്ച പെട്ടെന്നുള്ള ജനക്കൂട്ടത്തിന്റെ തിരക്കിന് കാറിന്റെ ഈ വ്യതിയാനം കാരണമായോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. HDFC ബാങ്ക് ചെയർമാൻ അതാനു ചക്രവർത്തി രാജിവെച്ചു. മാർച്ച് 17-ന് അദ്ദേഹം ബോർഡിന് അയച്ച കത്തിൽ ബാങ്കിനുള്ളിലെ ചില സംഭവങ്ങളും രീതികളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും യോജിച്ചതല്ല എന്ന് പരാമർശിച്ചു. മാർച്ച് 19 മുതൽ 3 മാസത്തേക്ക് ഇടക്കാല പാർട്ട് ടൈം ചെയർമാനായി ബോർഡ് അംഗവും HDFC ഗ്രൂപ്പ് പരിചയസമ്പന്നനുമായ കെക്കി മിസ്ത്രിയെ നിർമ്മിക്കുന്നതിൽ റിസർവ് ബാങ്ക് അംഗീകാരം നൽകിയതായി ബാങ്ക് വ്യക്തമാക്കി. ഖത്തറിലെ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. സെക്യൂരിറ്റി അറ്റാഷെ, മിലിറ്ററി അറ്റാഷെ, ജീവനക്കാർ എന്നിവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിട്ടു. എംബസിയിലെ സൈനിക അറ്റാഷയും സുരക്ഷാ അറ്റാഷയും 2 അറ്റാഷെ ഓഫീസുകളിലെയും ജീവനക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസിക്ക് അയച്ച ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കി. ഇറാൻ എംബസി ജീവനക്കാരെ പേഴ്സൺ നോൺ ഗ്രാറ്റ ആയി പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സൈനിക നീക്കത്തിലെ അടുത്ത ഘട്ടങ്ങൾ പരിഗണിക്കുന്നതിനിടെ ആയിരക്കണക്കിന് US സൈനികരെ വിന്യസിക്കുന്നത് ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യത്തിന്റെ ഗണ്യമായ വികാസം ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട്. യുദ്ധം 3-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വിശാലമായ ഓപ്ഷനുകൾ നൽകുക എന്നതാണ് നിർദ്ദിഷ്ട സൈനിക വിന്യാസങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു US ഉദ്യോഗസ്ഥനെയും ചർച്ചകളെയും കുറിച്ച് പരിചയമുള്ള സ്രോതസ്സുകൾ പറയുന്നു. അഫ്ഗാൻ താലിബാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തി പാകിസ്ഥാൻ. ഈദുൽ ഫിത്തർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടി. സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി മന്ത്രി അത്താവുല്ല തരാർ സമൂഹ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു. ഖത്തറിലെ ലോകത്തിലെ ഏറ്റവും വലിയ LNG പ്ലാന്റിന് ഇറാനിയൻ മിസൈലുകൾ വ്യാപകമായ നാശനഷ്ടം വരുത്തി. ഖത്തറിന്റെ LNG സൗകര്യങ്ങൾ വീണ്ടും ആക്രമിക്കപ്പെട്ടാൽ പ്രതികരിക്കാൻ മടിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്രായേലിന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്നാരോപിച്ച് ഒരാളെ ഇറാൻ വധിച്ചതായി ജുഡീഷ്യറിയുടെ മിസാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. കുറോഷ് കീവാനി എന്ന ആളാണ് ഇയാൾ എന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിലെ ചാര ഏജൻസിയായ മൊസാദിന് ഇറാനിലെ സെൻസിറ്റീവ് സ്ഥലങ്ങളെക്കുറിച്ചും ചിത്രങ്ങളും വിവരങ്ങളും നൽകിയതിന് ഇയാൾ കുറ്റക്കാരനാണെന്ന് മിസാൻ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു. 26-കാരനായ പ്രതിഷേധക്കാരനായ എർഫാൻ സോൾട്ടാനിയുടെ വധശിക്ഷ ഇസ്ലാമിക് റിപ്പബ്ലിക് നിർത്തിവെച്ചതിന് ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്. ഈ വാർത്ത ആഗോളതലത്തിൽ പ്രതിഷേധത്തിന് കാരണമായി. അമേരിക്ക നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആണവ ഭീഷണികൾ റഷ്യ, ചൈന, ഉത്തര കൊറിയ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡ്
ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിൽ നടന്ന ബോർഡ് ഓഫ് പീസ് ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ തർക്കത്തിലുള്ള വെടിനിർത്തൽ അവകാശവാദങ്ങൾ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിന്റെ മനുഷ്യനും ദക്ഷിണേഷ്യയുടെ രക്ഷകനുമാണെന്ന് പ്രശംസിച്ചതിന് ശേഷവുമാണ് ഈ പ്രസ്താവന വരുന്നത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.